ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തെക്കുറിച്ചിട്ടാണ്. നമുക്ക് ഇന്ന് എന്താണ് ഒരു ഭരണഘടന ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിലൂടെ ഏതൊക്കെ സ്റ്റേജസിലൂടെയായിരുന്നു നമ്മൾ ഈ ഒരു ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്, ആരാണ് ഈ ഭരണഘടന തയ്യാറാക്കിയത്, അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ്, അവരെങ്ങനെയാണ് തിരഞ്ഞെടുത്തത്, പിന്നെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇതിന് സമ്മതിക്കുന്നത്, അവരെങ്ങനെയാണ്, അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എന്തായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കാനുള്ള ആദ്യ അനൗദ്യോഗിക ശ്രമം ഏതായിരുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക ഇന്ത്യൻ ഭരണഘടനാ ബിൽ 1895 അപ്പം ഈ ഒരു ഇന്ത്യൻ ഭരണഘടനാ ബിൽ 1895 എന്ന് പറയുന്നത് ഒരു അനൗദ്യോഗിക ശ്രമമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഔദ്യോഗികമായിട്ടുള്ളതല്ല. അപ്പം ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കാനുള്ള ആദ്യ അനൗദ്യോഗിക ശ്രമമായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ ബിൽ 1895 എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് എന്താണ് ഒരു ഭരണഘടന വേണം എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് സ്വരാജ് പാർട്ടിയാണ്. 1924 സ്വരാജ് പാർട്ടി പറയുന്നു എന്ത്, ഇന്ത്യക്ക് ഭരണഘടന വേണം, അങ്ങനെ വേണം എന്ന് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ആദ്യ രാഷ്ട്രീയ പാർട്ടി മാറുകയാണ് നമ്മുടെ സ്വരാജ് പാർട്ടി. ഇനി നമ്മൾ സ്വരാജ് പാർട്ടിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത് 1923 ജാനുവരി 1 അപ്പം 1923 രൂപീകരിച്ച് അടുത്ത വർഷം തന്നെ ഇവരിങ്ങനത്തെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം രൂപീകരിക്കുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞു ജാനുവരി 1. അപ്പം ഒരു കൊല്ലവർഷം തുടങ്ങുന്ന ദിവസം തന്നെ, അതായത് 1923 തുടങ്ങുന്ന ദിവസം തന്നെ ഇവരെന്താണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യ പ്രസിഡൻറ്റിനെ നോക്കുകയാണെങ്കിൽ അത് CR ദാസും ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ മോത്തിലാൽ നെഹ്റുവാണ്. ഇനി ശേഷം നമ്മൾ ഇന്ത്യയുടെ ഭാവി ഭരണഘടന മൗലിക അവകാശങ്ങളെ അടിസ്ഥാനമാക്കി വേണം നിർമ്മിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു INC സെക്ഷൻ നടക്കുകയുണ്ടായി. അതെന്ന് പറയുന്നത് 1927 മദ്രാസ് സമ്മേളനമാണ്. MA അൻസാരി ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ 1927 മദ്രാസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഭാവി ഇന്ത്യയിൽ എന്താണ് ഭരണഘടന ഉണ്ടാക്കുമ്പം അതിൽ മൗലിക അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയാവും നിർമ്മിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണം എന്നാവശ്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ആദ്യ വ്യക്തിയെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച ആദ്യ വ്യക്തി എന്ന് പറയുന്നത് MN റോയിയാണ്. അദ്ദേഹം 1934 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന അദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെയാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യം 10 വർഷം കഴിഞ്ഞിട്ട് 1924 ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സ്വരാജ് പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം MN റോയിയാണ് വരുന്നത് 1934, 10 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരൊറ്റ ഡേറ്റ് പഠിച്ചാൽ മതി, 1924 പഠിച്ചാൽ മതി. അപ്പോൾ 10 വർഷം കഴിഞ്ഞ് നമുക്ക് കണക്ട് ചെയ്താൽ MN റോയി പറഞ്ഞത് മനസ്സിലാവും. അപ്പോൾ MN റോയിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു പോയിൻ്റ് ഉണ്ട്. ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്, അതായത് സ്ഥാപന നേതാക്കളിൽ ഒരാളാണ് നമ്മുടെ MN റോയി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഇന്ത്യൻ ഭരണഘടന സഭ വേണമെന്ന ആവശ്യം ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള, ആദ്യമായിട്ട് എന്നല്ല, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ട INC സമ്മേളനം ചോദിക്കുകയാണെങ്കിൽ അത് 1934 തന്നെയുള്ള INC സമ്മേളനമാണ്. എവിടെയായിരുന്നു, ബോംബെയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് MN റോയ് പറഞ്ഞ അതേ ഇയറിൽ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ബോംബെ സമ്മേളനത്തിലും ഇതേ ഒരു ആവശ്യം നമ്മുടെ വരുന്നത്. അപ്പം ഈ ഒരു ആവശ്യം INC സമ്മേളനത്തിൽ ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു INC സമ്മേളനം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താണ്, അതെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന ഭാവിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളായിരിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. ഈ ഒരു INC സമ്മേളനത്തിൽ എന്ത് ചെയ്യാൻ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നമുക്ക് വേണം, അതായത് നമ്മുടെ ആവശ്യമാണ്, അത് വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം പാസ്സാക്കിയ സമ്മേളനമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഓൾറെഡി അത് എന്താണ് ആവശ്യപ്പെട്ടു, അതിനുശേഷം പാസ്സാക്കണമല്ലോ. അപ്പം ആ പാസ്സാക്കിയ INC സമ്മേളനം എന്ന് പറയുന്നത് 1936-37 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഫൈസാപൂറിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനമാണ്. ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യ INC സെഷനായിരുന്നു ഈ ഒരു ഫൈസാപൂറിൽ നടന്ന INC സമ്മേളനം.
നമ്മളിതിന് മുമ്പ് നടന്ന INC സമ്മേളനം മൊത്തം നോക്കുകയാണെങ്കിൽ ബോംബെ, മദ്രാസ് അങ്ങനെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ ഫൈസാപൂർ എന്ന് പറയുന്നത് ആ സമയത്ത് എന്താണ് ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പം ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യ INC സമ്മേളനമായിരുന്നു നമ്മുടെ ഈ ഫൈസാപൂരിലെ സമ്മേളനം എന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മൾ അവിടെ പഠിക്കുന്ന എക്സ്ട്രാ പോയിന്റ്. പിന്നീട് 1938 വരികയാണെങ്കിൽ നമ്മൾ നെഹ്റുവിൻ്റെ ഒരു കോട്ട് പഠിക്കുന്നുണ്ട്. നെഹ്റു എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അതായത് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യക്കാർ തന്നെ നിർമ്മിച്ചോളാം എന്ന് പറയുന്ന ഒരു കോട്ടുണ്ട്. അത് ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നെഹ്റുവിൻ്റെതാണ്. ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്, അതായത് നമുക്ക് ഇന്ത്യക്കൊരു ഭരണഘടന വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തികളെയൊക്കെയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്തത് എന്താണ്, ഒരു ഭരണഘടന വേണം എന്നുള്ള ആ ഒരു അനൗദ്യോഗികമായ ശ്രമം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഇന്ത്യൻ ഭരണഘടനാ ബിൽ 1895. പിന്നീട് നമ്മൾ ആരെ പറഞ്ഞു, സ്വരാജ് പാർട്ടിയെ പറഞ്ഞു. സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് 1924 അതായത് ഇന്ത്യൻ ഭരണഘടന വേണമെന്ന് പറഞ്ഞ ആദ്യ രാഷ്ട്രീയ പാർട്ടി. ഇനി ആദ്യ വ്യക്തി എന്ന് പറയുന്നത് 1934 നമ്മുടെ MN റോയ് പറഞ്ഞു. 34 തന്നെ നമ്മുടെ INC സെക്ഷനുമായിട്ടുള്ള 2 പോയിന്റ്സ് പറഞ്ഞു. 34 എന്തായിരുന്നു, നമ്മുടെ ബോംബെയിൽ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ നടന്നിട്ടുള്ള INC സമ്മേളനം. അതെവിടെയായിരുന്നു, ബോംബെയിലായിരുന്നല്ലേ. അപ്പം അവിടെ എന്താണ്, ഈ ഒരു ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിക്കേണ്ടായി. അത് പാസ്സാക്കിയത് 1936-37 കാലഘട്ടത്തിൽ ഫൈസാപൂറിൽ നടന്ന സമ്മേളനം. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്രാസ് സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ ഭാവി ഭരണഘടന മൗലിക അവകാശങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കണമെന്ന് പറഞ്ഞ INC സമ്മേളനമായിരുന്നു 1927 മദ്രാസ് സമ്മേളനം എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഓഫേഴ്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവർ എന്തൊക്കെ ഓഫേഴ്സുകളാണ് ഇന്ത്യക്ക് ഈ ഒരു ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, അപ്പം അതിൻ്റെ ഉള്ളിൽ അവരുടെ മോട്ടീവ് എന്തായിരുന്നു എന്നുകൂടി നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. നമ്മളപ്പം ആദ്യം പഠിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഓഫറിനെ കുറിച്ചിട്ടാണ്. ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് 1940 ഓഗസ്റ്റ് 8 ഈ ഒരു ഓഫർ നമുക്ക് തരുന്നത്. അപ്പം ഡേറ്റ് എന്നാണ്, നമുക്ക് മാസം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഓഗസ്റ്റ് ഓഫറിൽ തന്നെ മാസമുണ്ട്, ഓഗസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 8 ഓഗസ്റ്റ് 8. നമ്മൾ വർഷം നോക്കുകയാണെങ്കിൽ 1940. അപ്പം 1940 ഓഗസ്റ്റ് 8 നമുക്ക് ഓഗസ്റ്റ് ഓഫർ തരുന്നത്. ആ സമയത്തുള്ള വൈസ്രോയി എന്ന് പറയുന്നത് ലില്ലിത്ത് ഗോയാണ്. ഈ ഒരു ഓഗസ്റ്റ് ഓഫർ തരാനുണ്ടായ സാഹചര്യം നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് എന്താണ്, 2ാം ലോക മഹായുദ്ധം നടക്കുകയാണല്ലേ. അപ്പം ആ ഒരു 2ാം ലോക മഹായുദ്ധത്ത് ഇന്ത്യയുടെ പിന്തുണ വേണം എന്നുള്ള ഒരാവശ്യമുണ്ടല്ലേ അവർക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് അവരെന്താണ്, നമുക്ക് ഒരു പുതിയ ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം തരികയാണ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ നിങ്ങൾക്ക് പുതിയ ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം തരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണഘടന നിർമ്മിച്ചോളൂ. പക്ഷേ എന്താണ്, അത് ഇന്ത്യക്ക് എങ്ങനെയാണ് നമ്മൾ ഭരണഘടന നിർമ്മിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ അവകാശങ്ങളും കിട്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ ഭരണഘടന നിർമ്മിക്കുമ്പോൾ ഇന്ത്യ എന്താണ്, ഒരു പുത്രിക രാഷ്ട്രമായി തുടരുകയാണ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യക്കൊരു പുത്രിക രാഷ്ട്രം എന്ന പദവി നൽകാമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രിട്ടന് കീഴിലുള്ള രാഷ്ട്രമായിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ ഇൻഡിപെൻഡൻസ് ഇല്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി, ആഭ്യന്തര കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് പോവാമെന്നേ ഉള്ളൂ. അതായത് നമുക്ക് എന്താണ്, ഒരു പരമാധികാരമില്ല എന്നാണ് ഈ ഒരു പുത്രിക രാഷ്ട്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് തരാനുള്ള കാരണം, ഞങ്ങൾ ഇത് തരാം, ഇങ്ങനെ ഈ ഒരു ഓഗസ്റ്റ് ഓഫർ തരാം, പകരം നിങ്ങൾ എന്ത് ചെയ്യണം, 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനോടൊപ്പം എന്ത് ചെയ്യണം, യുദ്ധം ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് അങ്ങോട്ടൊന്ന് തരുമ്പം തിരിച്ച് വേറൊരു കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ആ ഒരു രീതിയിലാണ് ഓഗസ്റ്റ് ഓഫർ വരുന്നത്. അപ്പോൾ എന്താണ്, ഇത് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ശേഷം ക്രിപ്സ് മിഷൻ വരികയാണ് നമ്മുടെ 1942 ക്വിറ്റ് ഇന്ത്യ സമയ കാലഘട്ടത്തിലല്ലേ. അപ്പം 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ വരുന്നത്. ക്രിപ്സ് മിഷൻ്റെ തലവെന്ന് പറയുന്നത് സ്റ്റഫോൾഡ് ക്രിപ്സ് ആണ്. ഇനി ആ സമയത്തെ ബ്രിട്ടീഷ് PM-നെയും വൈസ്രോയിയെയും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ബ്രിട്ടീഷ് PM എന്ന് പറയുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. വൈസ്രോയി എന്ന് പറയുന്നത് ലില്ലിത്ത് ഗോ തന്നെയാണ്. ഓഗസ്റ്റ് ഓഫർ നടന്ന സമയത്തും ഇദ്ദേഹം തന്നെയായിരുന്നു വൈസ്രോയി എന്ന് പറയുന്നത്. ഇതും എന്താണ്, 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സർക്കാർ എന്താണ് ഇന്ത്യയിലേക്ക് അയച്ച സംഘമാണ് ഈ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്.
ഇന്ത്യയുടെ സഹകരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ യുദ്ധാനന്തര ഇന്ത്യൻ ഭരണഘടനാ പദ്ധതികൾ നിർദ്ദേശിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു എന്തിനുള്ളത്, നമ്മുടെ ഈ ഒരു ക്രിപ്സ് മിഷൻ ഉള്ളത്. അപ്പം അതും എന്തായിരുന്നു, ഒരു പരാജയം തന്നെയായിരുന്നു. ഈ ക്രിപ്സ് മിഷനെ കുറിച്ചിട്ട് ഗാന്ധിജി പറഞ്ഞൊരു കോട്ടുണ്ട്, തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ കാലഹരണപ്പെട്ട ചെക്കാണ് ക്രിപ്സ് മിഷൻ എന്നാണ് നമ്മുടെ ഗാന്ധിജി ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുന്നത്. അടുത്തത് നമ്മൾ ക്യാബിനറ്റ് മിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്യാബിനറ്റ് മിഷൻ വരുന്നത് 1946 മാർച്ച് 22-നാണ്. അപ്പം ക്രിപ്സ് മിഷൻ വരുന്നത് എപ്പോഴായിരുന്നു, 1942 മാർച്ച് 22. ക്യാബിനറ്റ് മിഷൻ വരുന്നത് 1946 മാർച്ച് 24. അപ്പം ഒരേ മന്ത് തന്നെയാണല്ലേ, വർഷം വ്യത്യാസമാണെങ്കിലും ഒരേ മന്ത് തന്നെയാണ്, 2 ദിവസം കൂടുതലായിട്ട് 22-ൽ നിന്ന് 24-ലേക്ക്. അപ്പം നമുക്ക് 3 മന്തും പഠിക്കാൻ എന്താണ് വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളെ പരിചയപ്പെടുകയാണെങ്കിൽ 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പെൻക്വിക് ലോറൻസ്, എറി അലക്സാണ്ടർ, സ്റ്റഫോൾഡ് ക്രിപ്സ്. അപ്പം ഇതിൽ പെൻക്വിക് ലോറൻസ് ആണ് തലവൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്യാബിനറ്റ് മിഷൻ്റെ എയിം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള മാർഗരേഖ തയ്യാറാക്കുകയും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിനെക്കുറിച്ച് തീരുമാനം എടുക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം. അപ്പം നമുക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള മാർഗരേഖയൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണ്, നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് സ്വാതന്ത്ര്യ പ്രക്രിയ ആരംഭിക്കുക. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഒരു ഫെഡറൽ സർക്കാർ രൂപീകരിക്കുക, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാർ രൂപീകരിക്കുക. പിന്നെ ഇടക്കാല സർക്കാർ രൂപീകരിക്കുക. ഇന്ത്യക്കായിട്ട് എന്താണ്, ഒരു ഭരണഘടന രൂപീകരിക്കുക. ഈ 4 കാര്യങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഈ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച, അതായത് അങ്ങനെ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം എന്താണ്, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നുണ്ട്. അപ്പം അതിലെ അംഗങ്ങളെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പം ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അതായത് എത്ര അംഗങ്ങൾ വേണം എന്ന് നമുക്ക് പെട്ടെന്നൊരു റൗണ്ട് ചെയ്തൊരു സംഖ്യ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിക്കുന്നത്. അപ്പം അതിലെ അനുപാതം, അതായത് 10 ലക്ഷം ആളുകളുടെ പ്രതിനിധീകരിച്ച് ഒരാൾ എന്ന രീതിയിലാണ് ഈ ഒരു ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച ഏകദേശ അനുപാതം. എന്തിനു വേണ്ടിയിട്ട്, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് വരികയാണ്. ഇതിൽ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് 389 അതിൽ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും 296 പേരും നാട്ടുരാജ്യത്തിൽ നിന്നും 93 പേരുമാണ് വരുന്നത്. ഈ ബ്രിട്ടീഷ് പ്രവിശ്യയെ തന്നെ നമ്മൾ വൈസ്രോയ് പ്രവിശ്യ, ചീഫ് കമ്മീഷണർ പ്രവിശ്യ എന്ന് 2ആയിട്ട് വേർതിരിക്കുന്നുണ്ട്. ഈ വൈസ്രോയ് പ്രവിശ്യയിൽ നിന്നും 292 പേരും ചീഫ് കമ്മീഷണർ പ്രവിശ്യയിൽ നിന്നും 4 പേരുമാണ് വരുന്നത്. ഈ 4 ചീഫ് കമ്മീഷണർ പ്രവിശ്യൻ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അജ്മീർ, ബലൂചിസ്ഥാൻ, കൂർഗ്, ഡൽഹി. ABCD എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റും. A ഫോർ അജ്മീർ, B ഫോർ ബലൂചിസ്ഥാൻ, C ഫോർ കൂർഗ്, D ഫോർ ഡൽഹി. അപ്പം ഇനി നമ്മൾ ഓൾറെഡി എല്ലാ അംഗങ്ങളെയൊക്കെ പരിചയപ്പെട്ടു. ഒന്നും കൂടി പറയാം. ആകെ അംഗം 289, ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നും 296, നാട്ടുരാജ്യത്തിൽ നിന്നും 93 പേര്. ആ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് തന്നെ വൈസ്രോയ് പ്രവിശ്യയിൽ നിന്ന് 292 പേരും ചീഫ് കമ്മീഷണർ പ്രവിശ്യയിൽ നിന്നും 4 പേരുമാണ് വരുന്നത്. ഇനി നമ്മൾ ഈ ആളുകളെ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അനുപാതം പറഞ്ഞു, ഒരു 10 ലക്ഷം ആളുകളെ പ്രതിനിധീകരിച്ച് ഒരാളാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് ആ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ 1935 പുറത്തിറങ്ങിയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. അതിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭ. അപ്പം പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ എന്താണ്, പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഏത് തരത്തിലുള്ള പരോക്ഷ തെരഞ്ഞെടുപ്പാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച്, നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം വഴിയാണ് നമ്മൾ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ ആര് തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് ഞാൻ പറഞ്ഞു 296 അംഗങ്ങളാണുള്ളത് എന്ന്. അതിൽ തന്നെ മുസ്ലിം ലീഗിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് മറ്റുള്ളവർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്നും 208 പേരുണ്ട്, മുസ്ലിം ലീഗിൽ നിന്നും 73 പേരും മറ്റുള്ളവർ 15 പേരുമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ജനസംഖ്യ ആനുപാതികമായിട്ട് നമ്മൾ മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിവർക്ക് 3 വിഭാഗങ്ങൾക്ക് സീറ്റ് വീതിച്ച് നൽകിയിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പം നമ്മൾ എന്താണ്, വെറുതെ ഓരോരുത്തരെ അങ്ങ് തിരഞ്ഞെടുത്തതല്ല. അതായത് ഇത് നമ്മൾ അവരുടെ മതം അനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ വേണം എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ വീതിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്. അപ്പം മുസ്ലിങ്ങൾ, സിഖുകൾ,
സിഖുകാർ, പൊതുവിഭാഗം എന്നീ 3 വിഭാഗങ്ങൾക്ക് ജനസംഖ്യ ആനുപാതികമായിട്ട് സീറ്റ് വീതിച്ചു നൽകി എന്നുള്ള പോയിന്റ് പറഞ്ഞു. ഇനി നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞു 73 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. അപ്പം അവരെ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും തിരഞ്ഞെടുപ്പ് വഴിയല്ല, മറിച്ച് എന്താണ്, തിരഞ്ഞെടുപ്പ് വഴിയല്ല എന്ന് ഉദ്ദേശിക്കുന്നത് പരോക്ഷ തിരഞ്ഞെടുപ്പ് വഴിയല്ല, മറിച്ച് അവർ കൂടിയാലോചിച്ച്, അതായത് അവരുടെ പ്രതിനിധികളുടെ കൂടിയാലോചിച്ച് നിശ്ചയിക്കുകയാണ് ചെയ്തത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതോടെ എന്താണ്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച ഡേറ്റ് നോക്കുകയാണെങ്കിൽ 1946 ഡിസംബർ 6-നാണ്. ഇനി ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9-നാണ്. നമ്മുടെ ഡേറ്റ് സമയം പറയുകയാണെങ്കിൽ തിങ്കളാഴ്ച 11 AM. ഇനി ആദ്യമായിട്ട് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഇനി നമ്മുടെ താൽക്കാലിക ആദ്യ അധ്യക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ തന്നെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് എന്ന് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹമായിരുന്നു മുതിർന്ന നേതാവ്. അപ്പം ഈ ഒരു മുതിർന്ന നേതാവിനെ അങ്ങനെ അധ്യക്ഷനാക്കാം എന്നുള്ള ഒരു ആശയം നമ്മൾ എവിടെ നിന്നാണ് എടുത്തതെന്ന് നോക്കുകയാണെങ്കിൽ അത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായി, അതുവഴി ഇദ്ദേഹം ആദ്യ അധ്യക്ഷനായി മാറുന്നു. ഇനി ആദ്യ സ്ഥിരാധ്യക്ഷൻ നോക്കുകയാണെങ്കിൽ, അതായത് അതിനുശേഷം സ്ഥിരാധ്യക്ഷനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണമല്ലോ, അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1946 ഡിസംബർ 11-നാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ആദ്യ സമ്മേളനത്തിലെ ആകെയുള്ള അംഗങ്ങൾ നോക്കുകയാണെങ്കിൽ 207 അംഗങ്ങളാണുള്ളത്. ഇതിൽ 9 വനിതകളാണ്. ഇനി യോഗസ്ഥലം നോക്കുകയാണെങ്കിൽ ഡൽഹി പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു യോഗം നടക്കുന്നത്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് HC മുഖർജിയും VT കൃഷ്ണമാചാര്യയുമാണ്. ഇനി നിയമ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് BN റാവു ആണ്. സെക്രട്ടറി എന്ന് പറയുന്നത് HVR അയ്യങ്കാറാണ്. ഇനി നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമ്മുടെ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം എന്താണ് ലക്ഷ്യപ്രമേയം എന്നുള്ളതൊക്കെ നമ്മളെ മൗലിക അവകാശങ്ങൾ പഠിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയും. ഇതിൽ അറിഞ്ഞിരിക്കുക, നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ 13-നാണ്. ലക്ഷ്യപ്രമേയം ഐക്യകണ്ഠേന അംഗീകരിക്കുന്നത് 1947 ജാനുവരി 22-നാണ്. ലക്ഷ്യപ്രമേയം ആമുഖം എന്ന പേരിൽ ചർച്ചയ്ക്കെടുക്കുന്നത് 1949 ഒക്ടോബർ 17-നാണ്. പിന്നീട് 1947 ജൂൺ 3-ന് ജൂൺ 3-ലെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യ വിഭജിക്കുകയാണല്ലേ, ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് വിഭജിക്കുന്നത് ഏത് പദ്ധതി പ്രകാരമാണ്, അതായത് 1947 ജൂൺ 3 പദ്ധതി പ്രകാരമാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നൊക്കെ പറയും. അപ്പം ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭ വീണ്ടും സമ്മേളിക്കുന്നത്, അതായത് ഇന്ത്യയുടെ പേരിൽ സമ്മേളിക്കുന്നത് എന്നാണെന്ന് നോക്കുകയാണെങ്കിൽ 1947 ഓഗസ്റ്റ് 14-നാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, നമ്മുടെ ക്യാബിനറ്റ് മിഷൻ പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 389 ശേഷം നമ്മൾ പറയുന്നത് ഇന്ത്യ വിഭജനത്തിന് ശേഷം അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ്. അത് 299 299 നല്ലൊരു ഫാൻസി നമ്പറാണ്. ഒന്നുകൂടി ഉണ്ട് 300 എന്ന് പറയായിരുന്നല്ലേ. അപ്പം 299. അപ്പം എത്ര അംഗങ്ങൾ കുറഞ്ഞു? 90 പേര് കുറഞ്ഞു. അപ്പം 90 പേര് പാകിസ്ഥാനിലേക്ക് പോയി. ആ 299-ൽ 229 പേര് പ്രവിശ്യയിൽ നിന്നും 70 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ പട്ടിക വിഭാഗത്തിൽ പെടുന്നവർ എത്ര ഉണ്ടായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു 299-ലാണ് പറയുന്നത്, അതിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പട്ടിക വിഭാഗത്തിൽ വരുന്നവർ 28 പേരും. ഈ ഒരു ടോട്ടൽ അംഗങ്ങളിൽ 82% നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള ആളുകളായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പം വിഭജനത്തിന് ശേഷം 90 പേരെന്താണ് പാകിസ്ഥാനിലേക്ക് പോയി നമ്മൾ പറഞ്ഞു. ഇനി വിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 299. അവിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 389 ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് എത്ര സമയം എടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത് എന്നാണ്. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്നത്. അപ്പം ഈ ഒരു ദിവസത്തിനുള്ളിൽ 116 ദിവസം യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ എത്ര ദിവസം യോഗം ചേർന്നു? എല്ലാ ദിവസവും യോഗം ചേരാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിപ്പറേഷനൊക്കെ അല്ലേ, എല്ലാം ഉണ്ടാക്കിയെല്ലാം ചെയ്യണമല്ലോ. അപ്പം യോഗം ചേർന്ന ദിവസം ചോദിക്കുകയാണെങ്കിൽ 116 ദിവസമാണ് യോഗം ചേർന്നത്. ഏത് കാലയളവിൽ? ഈ ഒരു ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത 2 വർഷവും 11 മന്തിലും 17 ദിവസത്തിനും ഇടയിൽ 116 ദിവസം യോഗം ചേരുകയുണ്ടായി. ഈ ഒരു യോഗത്തിൽ പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത്
ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. 1949 നവംബർ 26 ഈ ഒരു ഡേറ്റ് തന്നെയാണ് നമുക്ക് ഇന്ത്യൻ പ്രയാമ്പിളിലും കാണാൻ പറ്റിയല്ലേ. അപ്പം ഈ ഒരു ദിവസം എന്താണ്, നമ്മുടെ നിയമദിനമാണ്. അതായത് നവംബർ 26 ഇന്ന് നമ്മൾ നിയമദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനം, സംവിധാന ദിനം എന്നൊക്കെ പറഞ്ഞ് ആചരിക്കുന്നുണ്ട്. എന്നു മുതലാണ് ആചരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ 2015 മുതലാണ് നമ്മൾ ഈ ഒരു നവംബർ 26 എന്ത് ചെയ്യുന്നത്, നിയമദിനമായിട്ട് ആചരിക്കുന്നത്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 2015 നവംബർ 19 മുതൽ, അതായത് 19 തീരുമാനം എടുത്തത്. അപ്പം 19 മുതലാണ് നമ്മൾ ഈ ഒരു നവംബർ 26 നിയമദിനമായി ആചരിക്കാൻ തുടങ്ങുന്നത്. ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നത് എന്നായിരുന്നു? 1950 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ അല്ലേ. നമ്മൾ 1949 നവംബർ 26 കുറിച്ച് പറയുകയാണെങ്കിൽ ആ നവംബർ 26 എന്താണ്, 5 വകുപ്പുകൾ വന്നിട്ടുണ്ട്. ഭരണഘടനയിലെ 5 വകുപ്പുകൾ അന്നാണ് വന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പൗരത്വം, തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ, താൽക്കാലിക പാർലമെൻറ്റ്, പരിവർത്തന വ്യവസ്ഥ. ഇതൊക്കെ എന്നാണ് വന്നത്? 1949 നവംബർ 26 അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു ഭരണഘടന പാസ്സാക്കിയ ഡേറ്റ് ആണ്. 1950 ജാനുവരി 24 നമ്മുടെ ഭരണഘടന പാസ്സാക്കുന്നത്. അപ്പം ഈ ഒരു 1950 ജാനുവരി 24 എന്തൊക്കെ നടന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെയിനായിട്ട് 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഭരണഘടന പാസ്സാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ അംഗങ്ങൾ ഒപ്പുവെക്കുമ്പോഴാണല്ലോ പാസ്സാവുന്നത്. അപ്പം അതിൽ എത്ര പേര് ഒപ്പുവെച്ചു എന്ന് നോക്കുകയാണെങ്കിൽ 284 പേരാണ് ഒപ്പുവെക്കുന്നത്. അപ്പം എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? അംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എത്രയായിരുന്നു? 299 അംഗങ്ങളുണ്ട്. അപ്പം 299 അംഗങ്ങളും ഒപ്പുവെക്കുന്നില്ല. 284 പേരാണ് ഈ ഒരു ഭരണഘടന പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഒപ്പുവെക്കുന്നത്. അതിൽ 13 മലയാളികൾ ഉണ്ടായിരുന്നു. അപ്പം അവരാരൊക്കെയാണെന്ന് നമ്മൾ പിന്നെ പഠിക്കും. ഇപ്പം മനസ്സിലാക്കുക, 13 മലയാളികൾ ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റ്, ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം എന്ന് പറയുന്നത് ഈ ഒരു 1950 ജാനുവരി 24 അപ്പോൾ നമ്മൾ അവസാന സമ്മേളനം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അവസാന സമ്മേളനം കഴിഞ്ഞിട്ട് ഈ ഒരു സഭ പൂർണ്ണമായിട്ട് അങ്ങ് പിരിച്ചു വിട്ടു എന്ന്. അങ്ങനെയല്ല. സമ്മേളനം, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പേരിലുള്ള അവസാന സമ്മേളനം ഈ 1950 ജനുവരി 24 എന്നാൽ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്യാണ്? താൽക്കാലിക പാർലമെൻറ്റായിട്ട് പിന്നീട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തെരഞ്ഞെടുപ്പൊന്നും നടന്നിട്ടില്ലല്ലോ. നമുക്ക് മന്ത്രിമാരെ വേണം, അതുപോലെ തന്നെ പ്രധാനമന്ത്രി എല്ലാവരും തിരഞ്ഞെടുക്കണം. അപ്പോൾ അതൊന്നും നടത്തിയിട്ടില്ല. അത് നടക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പം അതുവരെ എന്താണ്, ഒരു താൽക്കാലിക പാർലമെൻറ്റായിട്ടാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ പിന്നീട് പ്രവർത്തിക്കുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊവിഷണൽ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ പിന്നീട് പ്രവർത്തിച്ചു. അപ്പം ഈ ഒരു രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ്? ഈ ഒരു 1950 ജനുവരി 24 നമ്മുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതാണ് 4ാമത്തെ പോയിന്റ്. ഇനി 5ാമത്തെ പോയിന്റ്, നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിക്കുന്നത് ഈ ഒരു 1950 ജനുവരി 24 എന്ന് മനസ്സിലാക്കുക. ഈ 1950 ജനുവരി 26 മുതൽ 1951-52 കാലഘട്ടം വരെ എന്താണ്, പൊതു തിരഞ്ഞെടുപ്പ് നടന്നിട്ട് പുതിയ പാർലമെൻറ്റ് രൂപീകരിക്കുന്നത് വരെ നമ്മുടെ ഈ ഒരു പ്രൊവിഷണൽ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നമ്മുടെ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഒപ്പിട്ടു, 284 പേര് ഒപ്പിട്ടു. രണ്ടാമതായിട്ട് താൽക്കാലിക പാർലമെൻറ്റായിട്ട് ഇത് പ്രവർത്തിച്ചു. മൂന്നാമതായിട്ട് നമ്മുടെ രാഷ്ട്രപതിയായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. പിന്നീട് ദേശീയഗാനം, ദേശീയ ഗീതം എന്നിവ അംഗീകരിച്ചു. പിന്നീട് നമ്മൾ 5ാമതായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനമായിരുന്നു 1950 ജനുവരി 24. ഇത്രയും പോയിന്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഇത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇനി ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്താണ്? സാധാരണ നിയമങ്ങൾ രൂപീകരിക്കുമ്പോൾ ഇത് നിയമനിർമ്മാണ സഭ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുടെ തലവൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും നിയമനിർമ്മാണ സഭയുടെ തലവൻ എന്ന് പറയുന്നത് GV മാവുലങ്കാറുമാണ്. GV മാവുലങ്കാറാണ് ലോക്സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, ലോക്സഭയുടെ ആദ്യ സ്പീക്കറും നമ്മുടെ GV മാവുലങ്കാറാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് 2 പ്രവർത്തനങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഭരണഘടന രൂപീകരിക്കണം. 2, നമ്മളെ സാധാരണ നിയമങ്ങൾ രൂപീകരിക്കണം. ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ നിയമം രൂപീകരിക്കുമ്പോൾ നിയമനിർമ്മാണ സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ തലവൻ. GV മാവുലങ്കാറാണ് നിയമനിർമ്മാണ സഭയുടെ തലവൻ.
അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് 1947 നവംബർ 17 എന്നാണ്. 1947 നവംബർ 17 നമ്മുടെ ഈ ഒരു ഭരണഘടന നിർമ്മാണ സഭ എന്താണ്, ഒരു ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് യോഗം ചേരുന്നത്. ആദ്യമായിട്ട് നിയമനിർമ്മാണ സഭയായിട്ട് യോഗം ചേരുന്നത് 1947 നവംബർ 17 എന്നും ഓർത്തിരിക്കുക. പിന്നീട് 1949 മെയ് മാസത്തിൽ എന്താണ്, നമ്മുടെ കോമൺവെൽത്തിൽ ഇന്ത്യയുടെ അംഗത്വം സ്വീകരിക്കുന്നുണ്ട്. അത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് സ്വീകരിക്കുന്നത്. അത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ മറ്റ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ കോമൺവെൽത്തിലെ അംഗത്വം സ്വീകരിക്കുന്നത് 1949 നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ ദേശീയ ഗാനം, ദേശീയ ഗീതം, മുദ്ര, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലേ, അതൊക്കെ അംഗീകരിച്ചത് എന്നാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22 ദേശീയ ഗാനം അംഗീകരിക്കുന്നത് 1980 ജാനുവരി 24 ദേശീയ ഗീതം അംഗീകരിക്കുന്നത് 1980 ജാനുവരി 24 ദേശീയ മുദ്ര 1980 ജാനുവരി 26 അപ്പം ഇതിൽ ഓൾറെഡി നമ്മൾ ദേശീയ ഗാനവും ദേശീയ ഗീതവും പഠിച്ചിട്ടുണ്ടായിരുന്നു. 1980 ജാനുവരി 24 നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നത് ദേശീയ പതാക, അതെന്നായിരുന്നു 1947 ജൂലൈ 22 ദേശീയ മുദ്ര നമ്മുടെ റിപ്പബ്ലിക് ഡേക്കാണ് 1980 ജാനുവരി 26 മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തത് 1950 ജാനുവരി 24 പോയിന്റ്. അടുത്തത് എന്താണ്, നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച സമയം എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. 15 വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. അവിഭക്ത ഇന്ത്യയിൽ 17 പേരാണ് കേട്ടോ. അതായത് നമ്മുടെ പാകിസ്ഥാൻ വരുന്ന സമയത്ത്, അതായത് പാകിസ്ഥാൻ എന്താണ് അതിലെ അംഗങ്ങളും കൂടി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉള്ളപ്പോൾ 17 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. വിഭക്ത ഇന്ത്യയിൽ എത്രയാണ്, 15 വനിതകളാണുള്ളത്. എത്ര മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ വിഭജനത്തിന് മുമ്പ്, അതായത് അവിഭക്ത ഇന്ത്യയിൽ 15 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 17 മലയാളികളാണ്. ഇനി ഈ ഒരു 17 മലയാളികളിൽ 3 മലയാളി വനിതകളാണുള്ളത്. നമ്മൾ 17 മലയാളികളെ പഠിപ്പിച്ചപ്പോഴാണ് മദ്രാസിൽ നിന്നും 9 പേര്, തിരുവിതാംകൂറിൽ നിന്നും 6 പേര്, കൊച്ചിയിൽ നിന്നും ഒരാൾ, യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഒരാൾ. അപ്പം മലബാറിൽ നിന്നുള്ളത്, അതായത് മലബാറിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മദ്രാസ് എന്തായിരുന്നു, മദ്രാസിൻ്റെ കീഴിലായിരുന്നല്ലേ മലബാർ. അപ്പോൾ മദ്രാസിൽ നിന്നുള്ള ആളുകൾ എന്ന് പറയുന്നത് 9 പേരാണെന്ന് പറഞ്ഞു. അതിൽ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഓൾറെഡി 3 സ്ത്രീകൾ മലയാളി വനിതകൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അതിൽ 2 മലയാളി വനിതകൾ മദ്രാസ് പ്രൊവിൻസിൽ നിന്നായിരുന്നു എന്നറിഞ്ഞിരിക്കുക. അടുത്തത് തിരുവിതാംകൂർ പ്രൊവിൻസിൽ നിന്നുള്ള വനിത എന്ന് പറയുന്നത് ആനി മസ്ക്രിനാണ്. ഇനി കൊച്ചിയിൽ നിന്നുള്ളത് പനമ്പള്ളി ഗോവിന്ദ മേനോനും യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ജോൺ മത്തായിയും ആണുള്ളത്. ജോൺ മത്തായിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യ ക്യാബിനറ്റിലെ റെയിൽവേ ആൻഡ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത് ജോൺ മത്തായി. നമ്മൾ ഓരോരുത്തരെയും പരിചയപ്പെടുകയാണെങ്കിൽ മദ്രാസിൽ നിന്ന് പി കുഞ്ഞിരാമൻ, പി ബോക്കർ, എ കെ മേനോൻ, കെ മാധവ മേനോൻ, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, KTM അഹമ്മദ് ഇബ്രാഹിം, അബ്ദുൾ സത്താർ ഹാജി, ഹമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ ഇവരാണുള്ളത്. തിരുവിതാംകൂറിൽ നിന്നുള്ള 6 പേര് ആനി മസ്ക്രീൻ, പട്ടം താണുപിള്ള, PT ചാക്കോ, KM മുഹമ്മദ്, PS നടരാജപിള്ള, R ശങ്കർ. കൊച്ചിയിൽ നിന്നുള്ളത് പനമ്പള്ളി ഗോവിന്ദ മേനോൻ, യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ജോൺ മത്തായി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിത ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ബീഗം ഐസാക്ക് റസൂലാണ്. ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് രാജ്കുമാരി അമൃത് കൗർ ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രിയായ വനിത. അതുപോലെ തന്നെ ആദ്യ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം ആലപിച്ചത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ രണ്ടും നമ്മുടെ സുചേത കൃപലാനിയാണ്. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഗവർണറായ ആദ്യ വനിത സരോജിനി നായിഡു ആണ്. ഇനി സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായ വനിത ഹൻസ ജീവരാജ് മേത്തയാണ്. ഇത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഇത്രയും സ്ത്രീകളെ പഠിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവരാണ് ആരെന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റിൽ തന്നെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയിൽ 15 വനിതകൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പം ഈ 15 വനിതകളിൽ 3 പേര് നമ്മുടെ മലയാളികളാണ്. അതാണ് ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ബാക്കിയുള്ള 12 പേരുകളിൽ ഓരോരുത്തർക്കും ഓരോ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളാണ് നമ്മളിപ്പോൾ എടുത്ത് പഠിക്കുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്.
ഇത്രയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ പഠിക്കുന്നത്.